നമസ്കാരം. നമ്മളെല്ലാം എന്റെ വീഡിയോ കാണുന്ന നമ്മളെല്ലാം ഏതെങ്കിലും ഒരു അമ്മ പ്രസവിച്ചത് തന്നെയാ. എന്തെങ്കിലും സംശയമുണ്ടോ? അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും മുട്ടയിട്ട് വിരിഞ്ഞുണ്ടായെന്നോ അല്ലല്ലോ. ഇങ്ങനെ ഇപ്പൊ ഈ അടുത്ത കാലത്ത്, അതായത് പണ്ടത്തെ കാലമല്ല പറയുന്നത്, ഒരു 10, 20, 25 കൊല്ലം മുമ്പൊക്കെ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് വീട്ടിൽ പ്രസവിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഏത് ഈ വയറ്റാട്ടികൾ എടുക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ എല്ലാവരും ആശുപത്രിയിലാണ് പ്രസവിക്കുന്നത്. ആശുപത്രിയിൽ പ്രസവിക്കാനായിട്ട് പോകുമ്പോൾ ഈ പെണ്ണുങ്ങളുടെ പേടി എന്താണെന്നറിയോ? പ്രസവ റൂമിൽ, ലേബർ റൂമിൽ കടുവകൾ ഉണ്ടായിരിക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നഴ്സുമാർ കുറച്ചെണ്ണം അവിടെ ഉണ്ടാവും. കടുവകളെക്കാളും ഭീകരമായിട്ടാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നതെന്നറിയോ? അവരുടെ ശമ്പളം വളരെ തുലവും കുറവാ. ചെറിയ പൈസ, തീരെ 8000, 7000, 6000, 10,000. 10,000 ഒന്നും ഇല്ല, 10,000 ഒക്കെ ഉണ്ടെങ്കിൽ ടോപ്പാണ്. ആ നിലയിലുള്ള ചെറിയ ശമ്പളത്തിലാണ് ഇവർ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നത്. അവിടുത്തെ ഡോക്ടർമാരോ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങും. ബില്ലോ നമുക്കറിയാമല്ലോ, നമ്മളല്ലേ ബില്ല് കൊടുക്കുന്നത്. അമ്മാതിരി ബില്ല് നമ്മളൊന്ന് പിടിച്ചു വാങ്ങും. എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റമാണ് അവിടുത്തെ ആശുപത്രി മാനേജ്മെന്റും. പിന്നെ യാതൊരു ഉപാധിയുമില്ലാതെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ ഡെലിവറി പോകേണ്ടത് സിസേറിയനാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോ എന്റെ മകനെ തന്നെ ഒരു കൈയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്വകാര്യ ആശുപത്രി പോയി. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പരപ്പനങ്ങാടിയിലുള്ള ഒരു പ്രശസ്തമായ ഒരു ആശുപത്രിയിലേക്ക് ചെന്നപ്പോ, അതിനു മുമ്പ് എറണാകുളത്തെ ആശുപത്രിയിൽ കണ്ടിട്ട് ഈ രണ്ട് കൈ കൂടി പിടിച്ചിങ്ങനെ വിരൽ പിടിച്ച് കെട്ടിക്കൊടുത്ത് ഒന്നും ചെയ്യാനില്ല. ഒരു സ്ക്രാച്ച് ഇതിന്റെ സെന്ററിലുണ്ട്. ഒരു 2 ആഴ്ച, 2-3 ആഴ്ച, ഒരു മാസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആശുപത്രിയിൽ പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് ഒരു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്റേ എടുത്ത് നോക്കി, എല്ലാം കഴിഞ്ഞിട്ട് മടക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോകും അത്രേ. അല്ല, എനിക്ക് മനസ്സിലാകാത്തത്, ജോയിന്റിലാണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ജോയിന്റിന്റെ ഇടയ്ക്ക് ഒരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വളയ്ക്കുമ്പോൾ സൈഡിക്ക് പോകുന്ന പറയുന്ന ഒരു മരപ്പൊട്ടനാണ് അവിടുത്തെ. മരപ്പൊട്ടനല്ല, പോകുന്ന നമ്മളെ പൊട്ടന്മാര്. സർജറി ചെയ്യണമെന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. കാരണം ഇതാണ് ഡോക്ടർമാർ. ആ ഡോക്ടർമാർക്ക് അത്രയധികം ശമ്പളം കൊടുക്കുന്നുണ്ട് അവർ. ആ ശമ്പളത്തിന് അവർ രോഗികളെ പിച്ച് ചീന്തുന്നുണ്ട്, കീറുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള മരുന്ന് തെറ്റിക്കുന്നുണ്ട്, അനാവശ്യമായി സർജറി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാ ആശുപത്രികളും അത് ചെയ്യുന്നുണ്ട്. സത്യമാണ്, പരമസത്യമാണ്. പക്ഷെ ഇതിലൊന്നും പങ്കാളിത്തമില്ലാതെ മാറി നിൽക്കുന്ന ഒരു കൂട്ടരാണ് ഈ നഴ്സുമാരെന്ന് പറയുന്നത്. അവർക്ക് ശമ്പളമല്ല, ഒന്നുമില്ല. അത് മാത്രമല്ല, രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും വരുന്നതിനെ പോകുന്നതിനെ മുഴുവൻ തെറി കേൾക്കുകയും ചെയ്യണം. അതായത് എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും, ഏതൊക്കെ പ്രയാസങ്ങളുണ്ടായാലും എല്ലാത്തിനും കേൾക്കേണ്ടതും മറുപടി പറയേണ്ടതും അവിടുത്തെ സ്റ്റാഫുകളാണ്, അല്ലെങ്കിൽ അവിടുത്തെ നഴ്സുമാരാണ് എന്നത് മനസ്സിലാക്കണം. എന്നാൽ ജോലിയോ? ഈ ഡോക്ടർമാർ ഒന്ന് കീറി മുറിച്ചിടുന്ന കുറച്ച് പണി അവിടെ ഉണ്ട്. എന്നാൽ ബാക്കിയുള്ള സമയത്ത് ഒന്ന് കുഴൽ കുത്തുന്നു, അവരുടെ വിവരങ്ങൾ അനുസരിച്ച് കുറിച്ചു കൊടുക്കുന്നു എന്നല്ലാതെ അവിടുത്തെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഈ നഴ്സുമാരാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക് അതില്? വെള്ളക്കുപ്പായിട്ടുണ്ട് വരുമ്പോൾ നമുക്ക് ചിലർക്കൊക്കെ പുച്ഛമാണ് അവരോട്. എനിക്കൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ലേബർ റൂമിൽ നമ്മുടെ ഭാര്യയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരുടെ സംസാരം അങ്ങനെയാണ്. ഞാൻ ലേബർ റൂമിലെ കടവകൾ എന്ന് പറഞ്ഞിട്ട് പല വീഡിയോകളും ചെയ്തു, പല ലേഖനങ്ങളും എഴുതിയത്. ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പല ആശുപത്രികളും മാറിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതിന് പിന്നിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരുടെ ആ സ്ട്രെസ്സും അവരുടെ വിശ്രമമില്ലാത്ത പണിയും, രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. പിന്നെ അവരുടെ വീട്ടിലെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി അവർ വരുന്നു. പഠിച്ചു പോയില്ലേ? ഇവിടെ നിന്ന് പുറത്തേക്ക് പോയാൽ, വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് സാലറി കിട്ടും. ഇവിടെ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ടാവില്ല, വിദേശത്ത് പോകാനുള്ള പണം ഉണ്ടാവില്ല, അതിനുള്ള സ്വാധീനം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള അറിവുണ്ടാവില്ല. ആ കാരണത്താൽ ഇവിടെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിക്കാരുന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു 8000 രൂപ കിട്ടും, അല്ലെങ്കിൽ 10,000 രൂപ കിട്ടും. ഞാൻ ചോദിച്ചോട്ടെ, 8,000, 10,000 രൂപ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം നിൽക്കാൻ പറ്റും? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും? പിന്നെ അല്ലേ ഒരു കുടുംബം മൊത്തം പോറ്റേണ്ടത്? 8,000, 10,000 കുടുംബം പോറ്റേണ്ട അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം എന്നാണ് UNA പറഞ്ഞത്. ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ UNA സമരം തുടങ്ങിയിട്ട് കാലം കുറേ ഒരുപാടായി. നമ്മൾ ആശുപത്രികളുമായി ബന്ധപ്പെടുമ്പോൾ പല ആശുപത്രികൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരോട് സംസാരിക്കുമ്പോൾ അവർ ശമ്പളം കൊടുക്കാൻ റെഡിയാ. ഈ സർക്കാർ ഇതൊന്ന് പാസ്സാക്കി കൊടുത്താൽ മതി. സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ സർക്കാർ, ഈ സർക്കാർ പൗരപ്രമുഖരുടെ കൂടെയാ, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ കൂടെയാ. ഇപ്പൊ നമുക്കറിയാലോ, നവകേരള സദസ് വന്നത്. നവകേരള സദസ് വന്ന സമയത്ത് ജനങ്ങളുടെ, അതായത് ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ, മുഖ്യമന്ത്രി ആയിരിക്കും ഉമ്മൻചാണ്ടിയുടെ ഒരു പരിപാടിയുണ്ട്. ജനസമ്പർക്ക യാത്ര നടത്തിയിട്ട് അദ്ദേഹം ഓരോ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് എല്ലാ അപേക്ഷയും, എവിടെയും പോയിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്ത് അദ്ദേഹം അത് പരിശോധിച്ച് നടപ്പിലാക്കുന്ന ഒരു രീതിയായിരുന്നു. അർഹതയുള്ളവർക്ക് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടിട്ട് ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ജനപിന്തുണ കണ്ടപ്പോ അത് ജനസമ്പർക്ക യാത്രയുടെ ഫലമാണ് എന്ന് മനസ്സിലായപ്പോ, എന്നാൽ ഞമ്മക്കും ഒരു സമ്പർക്ക യാത്ര നടത്തിക്കളയെന്ന് കരുതിയിട്ട് പിണറായി തട്ടും താറും കൊടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്, ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചോണ്ട്. അങ്ങനെ ഇറങ്ങി എന്നിട്ട് ഏതെങ്കിലും ഒരാളെ 3.5 കോടി ജനങ്ങൾ ഇവിടെ ഉണ്ട്, ഇത്രയും ആൾക്കാർ പരാതിയും കൊണ്ട് ചെന്നിട്ട് ഒരാളുടെ പരാതി ഏതെങ്കിലും ഒരു മന്ത്രി നേരിട്ട് വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും കുറെ ഉദ്യോഗസ്ഥന്മാർ അവരിവിടെ ആക്കിയിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ഏതാ?
അവർക്കെതിരെയാണ് പരാതി. അവർ കാര്യങ്ങൾ നടത്താത്തത് കൊണ്ടാണ് ഈ പരാതി കൊണ്ട് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുന്ന പരാതി ഇവർ വാങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് തീർപ്പാകാത്ത എത്ര പരാതികളുണ്ട്. ആ നിലയിൽ കാട്ടിക്കൂട്ടി. അന്ന് അവർ പോയത് എങ്ങനെ? അന്ന് പൗരപ്രമുഖര് ഈ കാശുകാരായ ആൾക്കാരുടെ നിന്ന് കോടികൾ കൈക്കൂലിയും വാങ്ങി അവരുടെ ബിരിയാണിയും തട്ടി ഏമ്പക്കവും വിട്ടിട്ട് എഴുന്നേറ്റങ്ങോട്ട് നടന്നു. സാധാരണക്കാരെ ജനങ്ങളെ മറന്നു. അങ്ങനെ വരുമ്പോ അവരുടെ തട്ടും താറും താങ്ങി നടക്കുന്ന ഈ നട്ടലില്ലാത്ത വാഴപ്പിണ്ടികൾക്ക് സ്വാഭാവികമായിട്ടും അവരെ താങ്ങി അവരുടെ പ്രശ്നം താങ്ങി നടക്കാനേ പറ്റുള്ളൂ. സ്വാഭാവികം. അങ്ങനെ വരുമ്പോ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ സാധു നഴ്സുമാരുണ്ടല്ലോ, അവരുടെ കാര്യം ഇവർക്ക് കാണാൻ പറ്റില്ല. കാരണം ഒരു ഹോസ്പിറ്റലിൽ നഴ്സുമാരാണ് കൂടുതൽ. ആ ശമ്പളം അവർക്ക് കൊടുക്കാതിരുന്നാൽ അത്രയും കൊള്ള ലാഭം അവർക്ക് ഉണ്ടാക്കാം. സത്യത്തിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ആരാ? ഒരു ആശുപത്രിയിൽ നഴ്സുമാരാണ്. ആരെല്ലാം തെറി കേൾക്കണം, പിന്നെ എന്തെല്ലാം പണിയെടുക്കണം, എന്തൊക്കെ ജോലി അവർക്കുണ്ടെന്നാ കരുതിയേക്കണേ. ആ ജോലി അത്രത്തോളം പണിയെടുക്കുമ്പോൾ അതിന് അർഹമായ ഒരു കൂലി കൊടുക്കണം. മിനിമം സാലറി എന്ന് പറയുന്നത് ഒരു 40,000 രൂപ അവർക്ക് കൂലി കിട്ടണം. 12 മണിക്കൂറൊക്കെ പണി. 12 മണിക്കൂറാ പണി. ഒരു 1300 രൂപ അവർക്ക് ജോലി ശമ്പളം കിട്ടണ്ടേ? വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ മക്കൾ തലേ ദിവസം വൈകുന്നേരം 8 മണിക്ക് ഡ്യൂട്ടി കയറിയിട്ട് പിറ്റേന്ന് രാവിലെ 8 മണി വരെ ഡ്യൂട്ടി ചെയ്തിട്ട് നൈറ്റ് അടക്കം ഡ്യൂട്ടി ചെയ്തിട്ട് 1300 രൂപ കൂലി കിട്ടിയില്ലെങ്കിൽ പിന്നെ മഞ്ഞയ്ക്ക് കളവറിക്കാൻ പൊക്കൂടെ? നിങ്ങൾക്ക് അവരെ വിട്ടൂടെ? അല്ലെ വേറെ വല്ല പണിക്കും വിട്ടൂടെ? ഈ നഴ്സിന്റെ കുപ്പായം താങ്ങിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവർ അർഹതയുള്ള ശമ്പളമാണ്, അവർക്ക് അവകാശമുള്ള ശമ്പളം അവർ ചോദിക്കുന്നേ. ആ ശമ്പളം കൊടുക്കാൻ ഒരു കുറെ ആശുപത്രികൾ അവർ തയ്യാറാണ്. ഭൂരിപക്ഷം ആശുപത്രികളും തയ്യാറാണ്. എന്നാൽ ചില കുത്തകകൾ, നമ്മുടെ പിണറായിയൊക്കെ പോയിക്കൊണ്ട് പൗരപ്രമുഖർ എന്ന് പറഞ്ഞ് ഞൗ ഞണ്ണിയിട്ട് പോകുന്ന ആ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ കുറച്ച് പേർ, ഒരു 10-24 പേരാണ്, വലിയ വലിയ കോർപ്പറേറ്റുകൾ. അവരാരും സമ്മതിക്കൂല. അവർ ഹൈക്കോടതിയിൽ പോയ വാർത്തയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഹൈക്കോടതിയിൽ ഇവരെ ഡാഷ് ഡൗൺ പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ ഇവരെ പുറത്താക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം, ചർച്ചയിരിക്കാൻ പറ്റൂല. അതായത് നഴ്സുമാർക്കെതിരെ ചെന്നിട്ട് കോടതി എന്തായാലും വടിയെടുക്കുന്ന വാർത്ത ഇപ്പൊ പുറത്തു വന്നേക്കുന്നത്. ഏതായാലും നഴ്സുമാരോട് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കേണ്ട, നിങ്ങൾ തൽക്കാലം സമരം നിർത്ത്, ചൊവ്വാഴ്ച നമുക്ക് ചർച്ച നടത്താം. ഇവർ ചർച്ചയ്ക്ക് വരൂല എന്നൊക്കെ പറയുന്നത് വെറുതെ, നമുക്ക് ചർച്ചയ്ക്ക് ഇരുത്താം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ചർച്ചയ്ക്ക് ഇരിക്കാനേ പറ്റില്ല, ഇത്ര ശമ്പളം കൊടുക്കാൻ പറ്റൂ, സൗകര്യം ഉണ്ടെങ്കിൽ പണിഞ്ഞാൽ മതി എന്ന് കരുതിയിട്ട് നേരെ ഹൈക്കോടതിയിലേക്ക് പോയതാ. അങ്ങനെ ഹൈക്കോടതിക്ക് പോയപ്പോൾ ഹൈക്കോടതിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നടക്കുന്നത് വലിയ അഴിമതിയാണ് എന്ന്. ഏതായാലും ഉചിതമായ തീരുമാനമെടുത്തു. ഈ വരുന്ന ചൊവ്വാഴ്ച ചർച്ച നടക്കുമെന്നാണ് കരുതുന്നത്. നഴ്സുമാർ ശമ്പളം ഏതായാലും ബാക്കിയുള്ള ആശുപത്രികളിലൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് 30,000 രൂപ മുതൽ മുകളിലായിട്ട് ഏതാണ്ട് 60,000-65,000 രൂപ വരെ സീനിയോറിറ്റി അനുസരിച്ച് ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. ആ ശമ്പളം അവർക്ക് അർഹതപ്പെട്ടത്, അങ്ങനെ കൊടുത്താൽ മതി. തുടക്കം ഒരു 30,000 രൂപ ശമ്പളമെങ്കിലും വേണം. അത് കഴിഞ്ഞ് സീനിയോറിറ്റി അനുസരിച്ചിട്ട് ശമ്പളം കൂടട്ടെ. ആ ശമ്പളം കൊടുക്കാൻ ഈ ആശുപത്രികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. സകല തട്ടിപ്പ് നടക്കുന്ന സ്ഥലമാണ് ഈ ആശുപത്രികൾ. ഇപ്പൊ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അടുത്ത നിമിഷം മഞ്ഞയാ. എന്താ സംഭവം? വൈറ്റമിൻ ഡി. നേരെ രാവിലെയും വൈകിട്ട് ഒരു ലേശം ഇളമ്പയിൽ കൊള്ളിച്ചാൽ തീരുന്നൊരു വിഷയമേ ഉള്ളൂ. പക്ഷെ പ്രസവിക്കുന്ന എല്ലാ കുട്ടിയെയും ഒരു 2 ദിവസത്തേക്ക് നേരെ ICUലേക്ക് കൊണ്ടുപോകും. അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് പിന്നെ പാല് കൊടുക്കുകയല്ല, ഒന്നുമില്ല, അവിടെ പൊടി കലക്കി കൊടുക്കും. ഇപ്പൊ പ്രസവിച്ച കുട്ടിക്ക് 2 ദിവസം അവർ കൊടുക്കുന്നത് ലാക്ടോജൻ കലക്കി കൊടുക്കുക, പൊടി കൊടുക്കുക. അങ്ങനെ പൊടി കൊടുത്തു കഴിയുമ്പോഴേക്കും 6 മാസം മാതാവിന്റെ മുലപ്പാലല്ലാതെ ഒരു സാധനം അങ്ങോട്ട് ചെല്ലരുത് എന്ന് പ്രകൃതി നിയമം ഉണ്ടായിരിക്കെ ഈ പൊടി അങ്ങോട്ട് കലക്കി കൊടുത്തിട്ട് പിറ്റേ മാസം മുതൽ, അതായത് 2-3 ദിവസം കഴിഞ്ഞാൽ കിട്ടും. പിന്നെ കുട്ടിക്ക് കഫക്കെട്ടും ആകെ ജഗപുക. ഇതാണ് പിന്നെ അവസ്ഥ. അതായത് ആശുപത്രിയിൽ ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ഒരു കസ്റ്റമർ ആകാൻ വേണ്ടിയിട്ട്, എപ്പോഴും രോഗിയായിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുത്തുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. അങ്ങനെ ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് കൊള്ളയടിച്ച് കോടികൾ ലാഭമുണ്ടാക്കുന്നവർക്ക് അതിൽ നിന്നൊരു നക്കാപ്പിച്ച ഇതിനു വേണ്ടി പണിയെടുക്കുന്ന ആ സ്റ്റാഫുകൾക്ക്, ആ നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാൻ പറഞ്ഞാൽ, അവരുടെ പ്രതിഫലമായി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൊടുക്കാൻ മടിയാണ്. അതിനെതിരെയാണ് എന്തായാലും കോടതി വടിയെടുത്തിട്ടുള്ളത്. അവർക്ക് ശമ്പളം കൂടുതൽ കിട്ടട്ടെ. ഞാൻ പറയുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുണ്ട്. ഇവരുടെ പാർട്ടി നേതാക്കളും ബാക്കിയുള്ളവർ അവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കാരണം അവരൊക്കെ ഈ പറയുന്ന പണച്ചാക്കളുടെ പ്രശ്നം താങ്ങികളാണ്. അവർ കൊടുക്കുന്ന നക്കാപ്പിച്ചയും വാങ്ങിക്കൊണ്ട് അവരുടെ എന്തൊക്കെ താങ്ങാൻ പറ്റുമോ അതൊക്കെ താങ്ങി നടക്കുന്നവരാണ്. അവർ താങ്ങി നടക്കട്ടെ. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ഏത് ആശുപത്രിയിൽ എവിടെ ചെന്ന് കയറി കഴിഞ്ഞാലും നമുക്കൊരു വാക്ക് പറയാൻ, നമ്മുടെ ഒന്ന് സന്തോഷത്തോടെ ഒന്ന് താങ്ങി പിടിക്കാൻ അവർക്ക് മതിയായ ഒരു വരുമാനം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഈ നഴ്സുമാരോടൊപ്പം നിൽക്കണമെന്നും അവരുടെ അവകാശമായിട്ടുള്ള ശമ്പള വർധന അവർക്കുള്ള അവകാശമാണത്, അത് നേടിയെടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം അവർക്ക് വേണ്ടി കൂടി സംസാരിക്കണമെന്നാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.